ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം ലേവ്യ പുസ്തകം 9-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും ഒക്കെ വിശേഷ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയായിരുന്നു. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണമുള്ള അവരെ അഭിഷേകം ചെയ്ത് ആ പൗരോഹിത്യ സ്ഥാനത്ത് അവിടെ കൊണ്ടുവരുന്നു. 7 ദിവസം ആ അഭിഷേകം അവർക്കുണ്ടായിരുന്നു. 7 ദിവസം സമാഗമന കൂടാരത്തിൻ്റെ പുറത്ത് പോകരുതെന്ന് അവരോട് പറഞ്ഞു. 8-ാം ദിവസം മോശ അഹ്റോനെയും ഇസ്രായേൽ സമൂഹത്തിലെ പ്രഭുക്കന്മാരെയൊക്കെ വിളിച്ച് സമാഗമനത്തിൻ്റെ കൂടാരത്തിൽ അതിൻ്റെ വാതിൽക്കൽ കൂടുവാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അഹ്റോൻ്റെ പാപപരിഹാരത്തിനായിട്ട് പാപപരിഹാര ബലിയും ദഹന ബലിയും ഒക്കെ അവിടെ അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പാപപരിഹാരത്തിൻ്റെ ബലിക്കായിട്ട് ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ദഹന ബലിക്കായി ഊനമറ്റ ഒരു മുട്ടാടിനെയും ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി ഒരു കോലാട്ട് മുട്ടൻ, അതിൻ്റെ ദഹനബലിക്കായി 1 വയസ്സ് ഉള്ള ഊനമറ്റ ഒരു കാളക്കുട്ടി, ഒരു ചെമ്മരിയാട്, സമാധാന ബലിക്കായി ഒരു കാള മുട്ടാടിനെയും അവിടെ കൊണ്ടുവരണം. കൂടെ എണ്ണ ചേർത്ത ധാന്യബലിയും അവിടെ കൊണ്ടുവരണം. കാരണം ആ ബലി അർപ്പിക്കുന്ന ആ ദിവസം യഹോവയായ ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടുമെന്ന്, ദൈവത്തിൻ്റെ തേജസ് നിങ്ങൾ കാണുമെന്ന് മോശ ജനത്തെ അറിയിച്ചു. അതനുസരിച്ച് അഹ്റോൻ ആദ്യം തൻ്റെ പാപപരിഹാരത്തിനായിട്ടുള്ള ബലി അവിടെ അർപ്പിക്കുന്നു. അതിനുശേഷം ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ബലി അവിടെ അർപ്പിക്കുകയാണ്. സ്വന്തം പാപം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ പാപപരിഹാരം ചെയ്യുക അസാധ്യമാണ്. അതുകൊണ്ടാണ് പൗരോഹിത്യ പദവിയിലുള്ള അഹ്റോൻ ആദ്യം സ്വന്തം പാപത്തെ അവിടെ ദൂരീകരിക്കുകയാണ്. അതിനുശേഷമാണ് ജനത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി യാഗം അവിടെ അർപ്പിക്കപ്പെടുന്നത്. അതിനുശേഷം ആ യാഗം അർപ്പിച്ചതിന് ശേഷം നമ്മൾ വായിക്കുന്നു, അഹ്റോൻ കൈ ഉയർത്തി ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ആ യാഗം അർപ്പിച്ച ദൈവത്തിൽ നിന്നുള്ളതായ വലിയ അനുഗ്രഹം, വലിയ കൃപ, ആ സമാധാനം ജനത്തിന് അവിടെ നൽകുന്നു. അതിനുശേഷം മോശയും അഹ്റോനും കൂടി സമാഗമന കൂടാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഇരുവരും വന്ന് ജനത്തെ അവിടെ അനുഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ അഹ്റോൻ ശുദ്ധിയുള്ളവനാണ്. ജനം അവരുടെയും പാപപരിഹാര ബലി അവരവിടെ അർപ്പിച്ച് അവരും ശുദ്ധിയുള്ളവരാണ്. യഹോവയായ ദൈവത്തിന് മുമ്പ് പറഞ്ഞ് നമുക്കറിയാം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാൻ ഈ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അഹ്റോൻ ആദ്യം സ്വന്തം പാപത്തെ പരിഹരിക്കുകയും അതിനുശേഷം ജനത്തിൻ്റെ പാപത്തെ പരിഹരിക്കുകയും ചെയ്തതിന് ശേഷം ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ കൈയുയർത്തി അവരെ അനുഗ്രഹിക്കുന്നതായ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം അവർക്ക് ജനത്തിന് പ്രത്യക്ഷമായി എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം നമുക്ക് പ്രത്യക്ഷപ്പെടണമെങ്കിൽ പാപമെന്ന അന്ധകാരം നമ്മിൽ നിന്ന് ദൂരീകരിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ മാത്രമേ ആ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം അതിനുള്ള പാപപരിഹാര ബലി ചെയ്യുവാൻ അവരോട് ആവശ്യപ്പെട്ടത്. ഇത് കണ്ട ജനം സന്തോഷം കൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തെ അവിടെ മഹത്വപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവസാമീപ്യം വെളിപ്പെടുവാൻ പുരോഹിതൻ്റെയും ജനത്തിൻ്റെയും വിശുദ്ധിയും യാഗാദി കർമ്മങ്ങളും ആവശ്യമാണെന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. സ്വന്തം പാപം പരിഹരിക്കാതെ ആർക്കും അവരുടെ പാപത്തെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ കർത്താവും പറഞ്ഞത് ഓർക്കുക, സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിൽ കരട് നീക്കുവാൻ നീ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ്.
ആദ്യം സ്വയം നമ്മൾ വിശുദ്ധരാകണം. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുക. ഇന്ന് പൗരോഹിത്യ പദവിയിലുള്ളവരെക്കാൾ വിശുദ്ധി അവരാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ബലിയർപ്പിക്കുന്നുവോ ആ ജനത്തിനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ നടക്കുന്നത് പൗരോഹിത്യ ശ്രേണിയിലുള്ളവരാണ്. അത് ഏതെങ്കിലും ഒരു സഭയെ മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഇപ്രകാരമുള്ള ഒരു വലിയ ഒരു പാപത്തിൻ്റെ അനുഭവം എല്ലാ സഭകളിലും നമുക്കിത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ അനുഭവം നമ്മളിൽ നിന്ന് മാറിയിട്ട് എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കൃപയും തേജസ്സും കാണുവാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി, നേതൃത്വത്തിന് വേണ്ടിയൊക്കെ നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും വിശുദ്ധ കുർബാന അർപ്പണമൊക്കെ ആ വിശുദ്ധിക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ. അങ്ങനെ നമ്മൾ വിശുദ്ധനായ ദൈവം നമ്മിൽ വസിക്കുന്ന ഒരു വലിയ അനുഭവത്തോടെ ജീവിക്കാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.